ഹായ് ഫ്രണ്ട്സ്, എവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദശാംശ സംഖ്യകൾ പാർട്ട് 12. ഈ ഒരു പാർട്ട് 9ാം ക്ലാസ്സിൽ വരുന്ന ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെ ഒത്തിരി തവണ 10ലധികം തവണ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ആവർത്തന ദശാംശ സംഖ്യകൾ. ആവർത്തന ദശാംശ സംഖ്യകൾ അതായത് 0.777 ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഒരു നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ദശാംശ സംഖ്യകളെയാണ് ആവർത്തന ദശാംശ സംഖ്യകൾ. ഒരു സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് 0.777 അല്ലെ, സെയിം നമ്പർ തന്നെ. പിന്നെ അടുത്തത് എന്ത് വരാം, നമുക്ക് ഇതേപോലെ വരാം കേട്ടോ. അതായത് 0.2323 ഇങ്ങനെ 23 തന്നെ ആവർത്തിച്ച് വരുന്നത്. അടുത്ത എങ്ങനെ വരാം, 123 123 ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആവർത്തന ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭിന്നക രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊരു PYQ ആട്ടോ. 0.777ന്റെ ഭിന്നക രൂപം. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ A 7/99, ഓപ്ഷൻ B 7/9, ഓപ്ഷൻ C 7/10, ഓപ്ഷൻ D 7/100 എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓപ്ഷൻ എഴുതിയില്ല. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ സിമ്പിൾ ട്രിക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്കിതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ആദ്യം ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ ഈ നമ്പർ X ആയിട്ട് എടുക്കുക. അപ്പോൾ X എന്ന് പറയുന്നത് എത്രയാണ്, 0.777 എക്സെട്ര. ഇനി ഇതിനെ ഞാൻ 10 കൊണ്ട് ഗുണിക്കുക. 10x എന്ന ലെഫ്റ്റിലും റൈറ്റിലും 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും, 7.777 എക്സെട്ര. ഫസ്റ്റ് ഇക്വേഷൻ ഇത്, സെക്കൻഡ് ഇക്വേഷൻ ഇത്. ഇനി സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് മൈനസ് ചെയ്യുക. 2 - 1. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യുക, അതുപോലെ റൈറ്റ് സൈഡും. 10x നിന്ന് ഒരു x മൈനസ് ചെയ്താൽ 9x അല്ലേ. 9x സമം 7 അതായത് ഇതാ 7.777 എക്സെട്ര ആണ് 0.77 എക്സെട്ര. അപ്പോൾ ഈ ദശാംശ ഭാഗം എന്തായിട്ട് മാറും, എല്ലാം 7 ആണ്, മൈനസ് ചെയ്യാൻ വേണ്ടത് അല്ലേ. അപ്പോൾ 0 0 0 0 അങ്ങനെ പോകും. 7 0 മൈനസ് ചെയ്താൽ 7 വരും. അപ്പോൾ 9x സമം 7, x സമം 7/9. ഭിന്നക രൂപം കിട്ടിയോ? x എന്തായിട്ട് എടുത്തിരിക്കുന്നത്, x ആണ് 0.777. അതിൻ്റെ എന്ത് കിട്ടി, അതിൻ്റെ ഭിന്നക രൂപം കിട്ടി അല്ലേ. ഭിന്നക രൂപം എത്രയാണെന്ന് കിട്ടി, 7/9. 7/9 ആണ് ഭിന്നക രൂപം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 0.777ന്റെ ഭിന്നക രൂപം നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റും. ഇവിടെ നോക്കുക, ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 7 ആണല്ലോ. അത് അംശത്തിൽ എഴുതുക. അംശത്തിൽ 7 എഴുതുക. ഇവിടെ എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഒരു നമ്പറാണ് അല്ലേ. 7 7 7 ഒരു നമ്പർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 9 എടുത്ത് എഴുതുക. ഡയറക്റ്റ് ആൻസർ ഇതേപോലെ എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 0.555 എക്സെട്രാൻ്റെ ഭിന്നക രൂപം എഴുതുക. അതായത് തൊട്ട് മുന്നേ നമുക്ക് ലോജിക് ഒന്നും ഇവിടെ നോക്കണ്ട അല്ലേ, നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാം ആൻസർ. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, 5. അപ്പോൾ അത് അംശത്തിൽ 5 എഴുതുക. ഡിനോമിനേറ്ററിൽ എന്താ എഴുതേണ്ടത്, ഛേദത്തിൽ ഇവിടെ ഒരു നമ്പർ മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൂ, അതുകൊണ്ട് 9. 5/9 ആയിരിക്കും ഇതിൻ്റെ ഭിന്നക രൂപം. അടുത്തത് 0.232323, അതായത് 2 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഭിന്നക രൂപം. അപ്പം അംശത്തിൽ ഏത് നമ്പർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ ഏതാണോ അതാണ് അംശത്തിൽ എഴുതേണ്ടത്, 23. ഇനി ഛേദത്തിൽ നോക്കുക, ഇവിടെ എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, 23. അതായത് 2 നമ്പർ കഴിഞ്ഞു, പിന്നെ അടുത്തത് 2 നമ്പർ അല്ലേ, 23. ഒരു 2 ഡിജിറ്റ് നമ്പർ ആണല്ലോ. തൊട്ട് മുന്നേ നമ്മൾ 1 ഡിജിറ്റ് നമ്പർ ആയിരുന്നു റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ആണ്, 23 23 23. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ 99 എന്ന് കൊടുക്കുക. അപ്പോൾ 0.232323 എക്സെട്രാൻ്റെ ഭിന്നക രൂപം എന്താണ്, 23/99 ആയിരിക്കും. 23/99. അടുത്തത് 0.123 123 123 എക്സെട്ര അതിൻ്റെ ഭിന്നക രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഡിജിറ്റ് നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ, 123 123 123. അപ്പോൾ അംശത്തിൽ ഏത് എഴുതുക, 123 എന്ന് എഴുതുക. ഛേദത്തിൽ എത്രയാണ് എഴുതേണ്ടത്, ഛേദത്തിൽ 3 സംഖ്യകളാണ് അല്ലേ, 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 999 എഴുതുക. ഇതായിരിക്കും അതിൻ്റെ ഭിന്നക രൂപം. വളരെ സിമ്പിൾ അല്ലേ. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും.
2/9, 4/9, 5/9, 7/9, 8/9 എന്നിവയുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. നേരെ ഉൾട്ട അല്ലെ, തൊട്ട് മുന്നേ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. 2/9, 2/9, അതായത് ഇവിടെ ഡിനോമിനേറ്ററിൽ 9, ന്യൂമറേറ്ററിൽ 2. അപ്പോൾ എത്ര സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഒരു നമ്പർ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 0.222 എക്സെട്ര. കഴിഞ്ഞു, ദശാംശ രൂപമായി. ഇനി അടുത്തത് 4/9, 4/9, ഡിനോമിനേറ്ററിൽ 9 അല്ലേ, 4. അപ്പോൾ എത്ര ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഒരു ഡിജിറ്റാണ് അല്ലേ. ഏത് ഡിജിറ്റാണ്? 4 അല്ലേ. 4, 4, 4 എക്സെട്ര. കഴിഞ്ഞു. അടുത്തത് 5/9, 5/9, ഡിനോമിനേറ്ററിൽ നോക്കണം കേട്ടോ. ഡിനോമിനേറ്ററിൽ 9 വന്നാൽ മാത്രമേ ഇങ്ങനെ എടുത്ത് എഴുതാൻ പറ്റുള്ളൂ. 9 അംശത്തിൽ ഏത് നമ്പറാണ് വന്നത്? 5. അപ്പോൾ 5 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. 0.555 എക്സെട്ര. അടുത്തത് 7/9, 7/9 എത്രയാണ് വരിക? 0. ഡിനോമിനേറ്ററിൽ 9 ആണ്, അപ്പോൾ 0.777 എക്സെട്ര. അടുത്തത് 8/9, 8/9, 0.888 എക്സെട്ര. ഡിനോമിനേറ്ററിൽ 9 വന്നാൽ ന്യൂമറേറ്റർ ഏത് നമ്പറാണോ അത് 0. ആ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വരും കേട്ടോ. 1/11 ദശാംശ രൂപം കണ്ടുപിടിക്കുക. 1/11 ദശാംശ രൂപം നമുക്ക് ഹരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഹരിച്ചിട്ട് ചെയ്താൽ ഒത്തിരി സമയം പോകും. നമുക്ക് PSC എക്സാമിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുന്ന ട്രിക്ക് നമുക്കറിയണം അല്ലേ. അപ്പം നമുക്കറിയാം ഡിനോമിനേറ്ററിൽ 9 വന്നു, ന്യൂമറേറ്ററിൽ ഒരു 1 ഡിജിറ്റ് നമ്പർ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം. അത് x/9 ആണെങ്കിൽ അതിൻ്റെ ദശാംശ രൂപം .xxxx അങ്ങനെയായിരിക്കും. ഇനി അതുപോലെ ഡിനോമിനേറ്ററിൽ 99 വന്നാൽ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ ദശാംശ രൂപം വരിക? .xy ആ ഫോമിലായിരിക്കും. അതുപോലെ 999 വന്നാൽ അതിൻ്റെ ന്യൂമറേറ്റർ ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ, XYZ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ദശാംശ സ്ഥാനം വരിക? .xyz, xyz, xyz. ഇവിടെ x ഉം y ഉം ഓരോ നമ്പറിനായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ ജനറൽ ഫോമായിട്ട് ഞാൻ എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 9 അല്ല അല്ലേ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11. ഈ 11നെ നമുക്ക് എങ്ങനെയെങ്കിലും 9 എന്നാക്കാൻ പറ്റൂലേ അല്ലേ. ഇതുകൊണ്ട് ഗുണിക്കുക, 9 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അംശത്തിലും ഛേദത്തിലും 9 കൊണ്ട് ഗുണിച്ചാൽ 1 ഗുണിക്കണം 9, 9, 11 ഗുണിക്കണം 9, 99. ഇനി നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അംശം. അംശത്തിൽ എത്ര ഡിജിറ്റ് നമ്പറാണ് വേണ്ടത്? അംശത്തിൽ 2 ഡിജിറ്റ് നമ്പറാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 9 മാത്രമേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ വെറുതെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അംശത്തിലും ഛേദത്തിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 99 തന്നെ ആയിരിക്കണം. പക്ഷേ ഈ 9നെ നമുക്കൊരു 2 ഡിജിറ്റ് ആക്കണം. നമ്മൾ ചെയ്യാറുണ്ടല്ലേ, നമ്മൾ വർഷമൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുത്തെഴുതുക? 5/9/2024 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്തെഴുതാറുണ്ട്? 05 എന്ന് എടുത്തെഴുതാറുണ്ട് അല്ലേ. 5നെ 9നെ 09 എന്ന് എടുത്തെഴുതാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 9നെ എങ്ങനെ എഴുതാം? 2 ഡിജിറ്റ് ആക്കണം, പക്ഷേ വാല്യൂ 9 തന്നെ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം? 09 എന്ന് എഴുതിക്കൂടെ? 09 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 9 തന്നെയാണ്. ഇനി 90 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലോ? 90ഉം 9ഉം വ്യത്യാസമാണ് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ 0 കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതിന് 0.9/99, 0.9 എന്ന് പറയുന്നത് 9 തന്നെയാണ്. ഇതിൻ്റെ ദശാംശ രൂപം എന്തായിരിക്കും? .09, 09, 09, 09 എക്സെട്ര. ഇതായിരിക്കും ഇതിൻ്റെ ദശാംശ രൂപം. 2/11, 3/11 എന്നീ ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. 2/11 ഏതുകൊണ്ട് ഗുണിക്കണം? 9 കൊണ്ട് ഗുണിക്കുക അല്ലെ, അംശത്തിലും ഛേദത്തിലും. അപ്പോൾ എത്ര വരും? 18/99. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. നേരത്തെ 9 ആയതുകൊണ്ടാണ് നമ്മൾ 09 നിർത്തി. ഇവിടെ അംശത്തിൽ 18 ആണ്, 2 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. അപ്പം എങ്ങനെ ദശാംശം വരിക? 0.1818 എക്സെട്ര. അടുത്തത് 3/11 ആണ് അല്ലേ. 3/11 അംശത്തിലും ഛേദത്തിലും ഏതുകൊണ്ട് ഗുണിക്കുക? 9 കൊണ്ട് ഗുണിക്കുക. 27/99. അപ്പോൾ എങ്ങനെ എഴുതാം? 0.2727 എക്സെട്ര. വളരെ എളുപ്പമല്ലേ. 10/11 ദശാംശ രൂപം എന്താണ്? 10/11 ഏതുകൊണ്ട് ഗുണിക്കുക? 9 കൊണ്ട് ഗുണിക്കുക അല്ലേ. അംശത്തിലും ഛേദത്തിലും 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 90/99. 90/99. അപ്പോൾ എങ്ങനെയാണ് വരിക ഇതിൻ്റെ ദശാംശ രൂപം? .909090 എക്സെട്ര. .9090 എക്സെട്ര. വളരെ സിമ്പിളാണല്ലോ ദശാംശ രൂപം കണ്ടുപിടിക്കാൻ. അപ്പോൾ 11 വരികയാണെങ്കിൽ അംശത്തിലും ഛേദത്തിലും 9 കൊണ്ട് ഗുണിക്കുക കേട്ടോ. ഡയറക്റ്റ് 9 ആണെങ്കിൽ ഡയറക്റ്റ് സംഖ്യ തന്നെ എടുത്ത് എഴുതിയാൽ മതി.
ചുവടെയുള്ള ക്രിയാഫലങ്ങൾ കണക്കാക്കി ദശാംശ രൂപത്തിൽ എഴുതുക. ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0.1111 പ്ലസ് 0.22. നമുക്ക് വേണമെങ്കിൽ അതിനെ 0.333 എടുത്ത് എഴുതാം കേട്ടോ. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങളിതിൻ്റെ ഭിന്നസംഖ്യക്ക് എന്നിട്ട് ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. ഡയറക്റ്റ് എഴുതുമ്പോൾ ചില കേസുകളിൽ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 0.111 നമുക്ക് എങ്ങനെ എഴുതാം? 1/9 എന്ന് എഴുതാം അല്ലേ. പ്ലസ് 0.222 എന്ന് പറയുന്നത് 2/9 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ 1/9 പ്ലസ് 2/9 3/9. 3/9 എങ്ങനെ എഴുതാം? 0.333 എക്സെട്ര. അപ്പോൾ ആഡ് ചെയ്താൽ എത്രയാണ് വരിക? 0.333 എക്സെട്ര എന്ന് വരും. 0.33 എക്സെട്ര പ്ലസ് 0.77. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെടുത്ത് എഴുതും? 0.37 10. അപ്പോൾ 10 എന്നെടുത്ത് എഴുതും അല്ലേ. ഇത് കറക്റ്റ് ആണോ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഭിന്നസംഖ്യ എഴുതുക, ആ ആൻസർ ലാസ്റ്റ് ദശാംശ രൂപത്തിലേക്ക് മാറ്റുക. അപ്പോൾ 0.33 നമുക്ക് എങ്ങനെ എഴുതാം? 3/9 എന്നെടുത്ത് എഴുതാം അല്ലേ. ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതുകൊണ്ട് 3/9. ഡിനോമിനേറ്ററിൽ 9 കൊടുക്കുക, ഏത് നമ്പറാണോ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക. പ്ലസ് അടുത്തതും സെയിം തന്നെ 7 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ 7 അംശത്തിൽ കൊടുക്കുക, ഛേദത്തിൽ 9 കൊടുക്കുക. 3/9 പ്ലസ് 7/9 എത്ര വരും? 10/9. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനെ നമുക്ക് 0.10 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതായത് ഡിനോമിനേറ്ററിൽ 9 ആണ്. 9 ആണെങ്കിൽ ഒരു നമ്പർ മാത്രമേ റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുമ്പോൾ 2 നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എത്തിയായിരിക്കണം. 99 ആണെങ്കിൽ നമുക്ക് 10 അങ്ങനെ എഴുതാം. 0.1010 അങ്ങനെ എഴുതാം. പക്ഷെ ഇവിടെ 9 ആണ്. അംശത്തിൽ 10 ഛേദത്തിൽ 9 ആണ്. ഛേദത്തിൽ 99 ആണെങ്കിൽ ഡയറക്റ്റിൽ നമുക്ക് എന്ത് എഴുതാം? 101010 എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഛേദത്തിൽ 9 ആയതുകൊണ്ട് ഈ അംശത്തിനെ 1 ഡിജിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഇത് വിഷമഭിന്നല്ലേ. അപ്പോൾ നമുക്കിതിനെ മാറ്റിക്കൂടെ? 10 ഹരിക്കണം 9. 9 1 ശിഷ്ടം വന്നു അല്ലേ. അതായത് 10/9 നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 1/9 എന്ന് എഴുതിക്കൂടെ? ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിച്ച് നോക്കുക. 1 ഗുണിക്കണം 9 9 9 1 10 10/9 എന്ന് വരും. 1 പ്ലസ് 1/9. അപ്പോൾ നമ്മുടെ ചെയ്യേണ്ട രീതിയായോ? 9 ഛേദത്തിൽ വന്നു, അംശത്തിൽ 1 അല്ലേ. താഴെയും മുകളിലും 1 ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റാം അല്ലേ. അതായത് ഇതെന്താ വരിക? 1 പ്ലസ് 1/9 എങ്ങനെ എഴുതാം? 0.111 എക്സെട്ര. അപ്പോൾ ഇത് ആഡ് ചെയ്യുക. 1 പ്ലസ് 0.111 എക്സെട്ര എത്ര വരും? 1.111 എക്സെട്ര അല്ലേ ആഡ് ചെയ്താൽ വരുന്നത്. അതായത് 1 പ്ലസ് 0.111 ആഡ് ചെയ്താൽ എത്രയാണ് വരിക? അപ്പോൾ 1 നമുക്ക് വേണമെങ്കിൽ 0.000 എക്സെട്ര എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ആഡ് ചെയ്താൽ വരിക ദശാംശ ഭാഗം 111 എന്ന് വരും. അതിൻ്റെ പൂർണ്ണസംഖ്യ 1 പ്ലസ് 0 1 എന്ന് വരും. അങ്ങനെയാണ് 0.33 പ്ലസ് 0.33 എക്സെട്ര പ്ലസ് 0.77 എക്സെട്ര. അത് ആഡ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 1.111 എക്സെട്ര എന്നാണ് വരുന്നത്. അടുത്തത് 0.33 എക്സെട്ര ഗുണിക്കണം 0.66. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എന്ത് എഴുതും? 18 എന്നല്ലേ. അപ്പോൾ 0.18 ഒരിക്കലും അങ്ങനെ എഴുതരുത്. ആദ്യം ഇതിൻ്റെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക, എന്നിട്ട് ദശാംശ രൂപത്തിലേക്ക് മാറ്റുക കേട്ടോ. അപ്പോൾ 0.333 എക്സെട്ര നമുക്ക് എങ്ങനെ എഴുതാം? 3/9 എന്ന് എടുത്ത് എഴുതാം അല്ലേ. ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അതുകൊണ്ട് ഛേദത്തിൽ 9 വരും, അംശത്തിൽ ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പർ. അതുപോലെ 0.66 നമുക്ക് 6/9 എന്ന് എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അതിന് മുന്നേ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. 3ഉം 9ഉം സിംപ്ലിഫൈ ചെയ്താൽ 3 വരും. ഈ 3ഉം 6ഉം സിംപ്ലിഫൈ ചെയ്താൽ 2. അപ്പോൾ നമുക്കിവിടെ എത്ര വരും? 2/9 എന്ന് കിട്ടി. 2/9ൻ്റെ ദശാംശ രൂപ എത്രയാണ്? നമുക്ക് ഇവിടെ അംശത്തിൽ 2 ഛേദത്തിൽ 9 അല്ലേ. ഛേദത്തിൽ 9, അപ്പോൾ അംശത്തിൽ ഒരു ഡിജിറ്റേ പറ്റുള്ളൂ, ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. 0.222 എക്സെട്ര. അപ്പോൾ 18 ആണോ വരുന്നത്? അല്ല അല്ലേ. അതിൻ്റെ ആൻസർ വരുന്നത് നിങ്ങളെന്താ പെട്ടെന്ന് ഓപ്ഷനിലുണ്ടാവും 0.18 അതാണോ? അല്ല അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് 0.222 എക്സെട്ര ആണ്. ഫോർത്ത് വൺ 0.33 എക്സെട്ര ഹോൾ സ്ക്വയർ. 0.33 എക്സെട്ര ഹോൾ സ്ക്വയർ. അപ്പോൾ 0.33 എക്സെട്ര നമുക്ക് എങ്ങനെ എഴുതാം? 3/9 എന്ന് എടുത്ത് എഴുതാം അല്ലേ. ഇതിൻ്റെ
സ്ക്വയർ. 3/9 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? എത്ര വരും? ഒരു 3 3 3 9 എന്ന് വരും. അതായത് 1/3 ഹോൾ സ്ക്വയർ. 1/3 ഹോൾ സ്ക്വയർ. 1/3 ഹോൾ സ്ക്വയർ എത്രയാ വരിക? അംശത്തിന്റെ സ്ക്വയർ 1, ഛേദത്തിന്റെ സ്ക്വയർ 9. 1/9. 1/9ന്റെ ദശാംശ രൂപം 0.111 എക്സെട്ര ആണ്. അതായത് 0.33 എക്സെട്ര ഹോൾ സ്ക്വയർ എന്നത് 0.11 എക്സെട്ര ആണ്. 0.11 എക്സെട്ര. അടുത്തത് റൂട്ട് 0.44 എക്സെട്ര. 0.44 എക്സെട്ര. അപ്പൊ 0.44 എക്സെട്ര നമുക്ക് എങ്ങനെ എഴുതാം? 4/9. റൂട്ട് 4/9. അതായത് അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അംശത്തിന്റെ റൂട്ട് 2 ആണ്, ഛേദത്തിന്റെ റൂട്ട് 3 ആണ്. 2/3 എന്ന് കിട്ടി. നമുക്ക് അതിന്റെ ദശാംശ രൂപമാണ് വേണ്ടത്. ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ ഡിനോമിനേറ്ററിനെ 9 ആക്കുക അല്ലെ. ഏതുകൊണ്ട് ഗുണിച്ചാലാ 3 9 ആവുക? 3 കൊണ്ട് ഗുണിക്കുക അല്ലെ. 2/3 ആണ്. അംശത്തിനെയും ഛേദത്തിനെയും 3 കൊണ്ട് ഗുണിക്കുക. അംശത്തിനെയും ഛേദത്തിനെയും 3 കൊണ്ട് ഗുണിച്ചാൽ 2 ഗുണിക്കണം 3 6. 6/9 എന്ന് വരും. 6/9 നമുക്ക് എങ്ങനെ എഴുതാം? 0.666 എക്സെട്ര. അതായത് റൂട്ട് 0.44 എക്സെട്ര എന്നത് 0.666 എക്സെട്ര ആണ്. ഈ ഒരു ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2024-23 കാലഘട്ടത്തിൽ ചോദിച്ച ഒരു 90% ക്വസ്റ്റ്യൻസും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കത് 2-3 ക്ലാസ് ആയിട്ട് ചെയ്യാം.